തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ സമയം വരെ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ബോഡിയുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതൊന്നും ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. കാരണം 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ആന അവിടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട്, ഒരാന തന്നെയല്ല, ഏകദേശം ഒരു 15ഓളം ആനകളുണ്ട് ഇപ്പോൾ ആ ചുറ്റുപാടും ആ പ്രദേശത്തായിട്ട്. 2-3 ദിവസങ്ങളിലായി കൃത്യമായ രീതിയിൽ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു, ആന ഇന്ന പ്രദേശത്തുണ്ട്, ആ ഭാഗത്തേക്ക് പോകരുതെന്ന്. അപ്പൊ RRT ടീം എന്ന് പറയുന്ന ഒരു ടീമിനെ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതുമായി പട്ടയഭൂമിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യവാസ മേഖലയിലേക്ക് കടന്നു വരുന്ന ആനകളെ കൃത്യമായി ഓടിച്ചുവിടുന്നതിന്, ഫോറസ്റ്റിലേക്ക് തന്നെ മാറ്റുന്നതിന് വേണ്ടി RRT ടീമിനെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷെ RRT ടീം കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആന അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നുള്ള മെസ്സേജുകൾ അയക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. അത് അവരെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. RRT ടീം എന്ന് പറയുന്നത് വെറും ഒരു പേപ്പർ കടലാസിൽ അല്ലെങ്കിൽ വാഹനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് മാത്രമായി RRT ടീം മാറിയിരിക്കുകയാണ്. അവർക്ക് വേണ്ട യാതൊരു രീതിയിലുള്ള ക്രമീകരണങ്ങൾ, ഉപകരണങ്ങൾ നൽകുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ഒന്ന്, അവർക്ക് ഒരു ആന വരികയാണെങ്കിൽ ഒരു പടക്കം പൊട്ടിച്ച് ഓടിക്കുവാൻ പോലുള്ള സാഹചര്യം, അതിന് വേണ്ട പടക്കം പോലും അവർ വാങ്ങിയിട്ടില്ല, അതിനുള്ള പണം അവരുടെ കയ്യിലില്ല. അതുപോലെ കൃത്യമായി സഞ്ചാരയോഗ്യമായ വാഹനങ്ങൾ പോലും അവർക്കില്ല. ഈ ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടം ഇറങ്ങിയിട്ടപ്പോൾ കുറച്ച് ദിവസങ്ങളായോ? തീർച്ചയായിട്ടും 2-3 ദിവസമായി ഇത് നടക്കുന്നതാണ്. പക്ഷെ RRT ടീം വരുവാൻ അവർക്ക് വന്നിട്ടും കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് പമ്പ് ആക്ഷൻ ഗണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. സാധാരണ ആനകൾ വരുമ്പോൾ അതിനെ ഓടിക്കുവാൻ ഏറ്റവും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് പമ്പ് ആക്ഷൻ ഗണ്ണ്. അതുപോലും അവർക്ക് ക്രമീകരിച്ച് നൽകുവാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. അതായത് ഇവരുടെ കയ്യിൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനും അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട ഒരു നടപടികൾക്കോ അതിനൊക്കെ വലിയൊരു കാലതാമസം തന്നെയാണോ അവിടെ നേരിടുന്നത്? തീർച്ചയായിട്ടും ഇപ്പോഴും വലിയ കാലതാമസം തന്നെയാണ് നേരിടുന്നത്. ഇപ്പോ 16ാമത്തെ അടിയെ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആനയാണ് ഇതിനെയും കൊന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ആളാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത്. ഈ മരിക്കുമ്പോൾ ഇതുപോലെയുള്ള ചർച്ചകളും അതുപോലെയുള്ള കാര്യങ്ങളും നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് കഴിയുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെ ഇനി മുന്നോട്ട് നേരിടാം എന്നതിനെ കുറിച്ച് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ക്രമീകരണങ്ങളും നടക്കുന്നില്ല. അതാണ് ഇനി വേണ്ടത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ആന ഉണ്ട് ആ ഭാഗത്ത് എന്നൊക്കെ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷവും ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ അവിടെ പോകാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഉത്തരവ് അല്ലെങ്കിൽ ഒരു അനുവാദക്കാരാ നൽകുന്നതൊക്കെ? ഈ ആന ഉണ്ട് എന്ന് പറഞ്ഞാല് ഈ സാധാരണക്കാരായ ആളുകൾ വസിക്കുന്ന പ്രദേശമാണത്. അവർക്ക് ഇതുപോലെയുള്ള ഈ വാട്സപ്പ് മെസ്സേജുകളൊന്നും ലഭ്യമാകണമെന്നില്ല. ശരി, അപ്പോ അത് അവിടെ ഒരു വലിയ വീഴ്ച തന്നെയല്ലേ, സാധാരണക്കാർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും എത്തുന്നില്ല എന്നുള്ളത്? അതും ഒരു വീഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോ അവർക്കെല്ലാം വാട്സപ്പ് സംവിധാനം ഒരുക്കുക അല്ലെങ്കിൽ അവർക്ക് സ്മാർട്ട് ഫോണുകൾ നൽകുക എന്നതിനപ്പുറത്തേക്ക് ഈ ആനകളെ ഇപ്പൊ നടന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ പട്ടയ ഭൂമിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ ആന ചവിട്ടി കൊന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പട്ടയ ഭൂമിയിലാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യവാസ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ആനകളെ കൃത്യമായി വിരട്ടി ഓടിക്കുന്നതിനുള്ള സംവിധാനം, ഉടനെ അതിനുള്ള ക്രമീകരണങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിന്റെ ശാശ്വതമായ പരിഹാരം. അല്ലാതെ യാതൊരുവിധ പരിഹാരവുമില്ല. ഇപ്പൊ സോളാർ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ കോടികൾ രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ, കുറെ നാളുകളായി പറയുന്നതല്ലാതെ അത് സോളാർ ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്യാനോ അത് തുടക്കമിടാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ പെരുകുമ്പോൾ ഏറെ ആശങ്കയിലായിരിക്കുമല്ലേ നിങ്ങളുടെ ജീവിതമൊക്കെ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്? അപ്പോൾ വലിയൊരു പ്രതിഷേധം തന്നെയാണോ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ? തീർച്ചയായിട്ടും വലിയൊരു പ്രതിഷേധം ഉണ്ടാകും. ഇതിനൊരു രാഷ്ട്രീയ നിലപാട് എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് വലിയൊരു പ്രതിഷേധമായി മാറും. കാലങ്ങളായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഇതിന്റെ ഇരകളായി മാറുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ശാന്തമ്പാറ പോലെയുള്ള ചിന്നക്കനാൽ മേഖല പോലെയുള്ള ആളുകൾ. അവർ സ്ഥിരം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ളത് യാതൊരു സംശയവും മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഒരു വേദന, ദുഃഖമൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇതിനൊപ്പം തന്നെ ഉയരുന്ന മറ്റൊരു കാര്യം, ഈ കാട്ടിൽ വന്യ മൃഗങ്ങൾക്കുള്ള ഭക്ഷണ ലഭ്യത കുറയുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവാകുന്നത് എന്നാണ് പൊതുവെ പറയുന്നത്.
അതിലെന്താണ് ഒരു സത്യാവസ്ഥ? ഇതിനും സർക്കാർ പലപ്പോഴും കണ്ണടച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. ഈ ഫെൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പേരുകളിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതല്ലേ വലിയൊരു വീഴ്ചയായി മാറുന്നത്? അതെ. ഈ ആനകള്, കാട്ടാനകള് മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചതുപോലെ അവർക്ക് ലഭ്യമാകേണ്ട ജലമോ അതിനുള്ള സൗകര്യങ്ങളോ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. തീറ്റയിലൊക്കെ ദൗർലഭ്യം ഉണ്ടാവാം. അതായിരിക്കാം പ്രശ്നം. അതൊക്കെ എത്തിച്ചു നൽകുക എന്നുള്ള ഉത്തരവാദിത്വം ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആളുകൾ കയറുമ്പോ, വനത്തിലേക്ക് കയറുമ്പോൾ, മരം വെട്ടുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഏതെങ്കിലും വീടിന് അപകട ഭീഷണി ഉയർത്തുന്ന ഒരു മരം വെട്ടുമ്പോ അവരെ വന്ന് പിടിച്ചോണ്ട് പോയി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമല്ല പോസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ഇതെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആനയെ എങ്ങനെയും അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവിടെ നിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം. ഇത് ഇടുക്കി പൂപ്പാറ, അതായത് ചിന്നക്കനാൽ മേഖല അല്ലേ? ഈ ഒരു മൂന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് വരും അല്ലേ? അതെ. അപ്പോൾ ഇതിന് കീഴിൽ ഇത്തരത്തിൽ കുറേയധികം സ്ഥലങ്ങളിൽ തന്നെ ഈ കാട്ടാന ആക്രമണത്തിൽ ഏകദേശം 40-ന് മുകളിൽ ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? ഈ വോട്ട് ചോദിക്കാൻ മാത്രം വരുന്ന ഒരു കാഴ്ചയാണോ ഇപ്പോഴും ഉള്ളത്? ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ വിഷയമോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള വിഷയമോ ഒന്നുമല്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന നിസ്സംഗത തന്നെയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് അത് ഗവൺമെന്റ് പറഞ്ഞു മനസ്സിലാക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം എന്താണ് എന്ന് ഈ ഡിപ്പാർട്ട്മെന്റിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.